നമസ്കാരം. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമില്ല. തെക്കൻ ജില്ലയിൽ ആർത്തുലഞ്ഞു പെയ്ത മഴ ഇനി വടക്കോട്ടാണ്. ആശങ്കയും ഒപ്പം ജാഗ്രതയും. പത്തനംതിട്ടയിലും കോട്ടയത്തും പെയ്ത മഴയിലെ ദുരിതം ഇനിയും തീർന്നിട്ടില്ല. മഴയിലും കാറ്റിലും കടലും കലിതുള്ളി. പല ജീവനുകൾ പൊലിഞ്ഞു. ഇനിയും കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താത്തത് സങ്കടകരം. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട ഗതികേടിലാണ്. കണ്ണീരൊപ്പേണ്ട, ആശ്വസിപ്പിക്കേണ്ട വകുപ്പ് മന്ത്രിയും ഭരണകൂടവും എവിടെ? വലിയ വിമർശനം ഉയരുന്നു. ടോപ് 10ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂർ താബോറിൽ ഉരുൾപൊട്ടൽ. ആലപ്പുഴ എടത്വയിൽ മത്സ്യത്തൊഴിലാളി മുങ്ങി മരിച്ചു. കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ തമിഴ്നാട് തുറക്കും. കമ്പം താഴ്വരയിലെ കൃഷിഭൂമിയിലേക്ക് വെള്ളം തുറന്നുവിടും. ഡൽഹിയിൽ കനത്ത മഴ. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ തിരയുന്നതിൽ വീഴ്ചയാരോപിച്ച് പ്രതിഷേധം. മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെ കുടുംബത്തെ സന്ദർശിച്ച് മന്ത്രി CP ജോൺ. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി തിരച്ചിൽ തുടരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായെന്നും നടപടി സ്വീകരിക്കുമെന്നും കണ്ണൂർ ജില്ലാ കളക്ടർ. ശബരിമല നെയ്ക്രമക്കേടിൽ കൂടുതൽ കണ്ടെത്തലുമായി വിജിലൻസ്. അന്യായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗം അജികുമാറും പ്രവർത്തിച്ചെന്ന് FIR. ഉയർന്ന തുകയ്ക്ക് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ അനുമതി നൽകിയെന്നും കണ്ടെത്തൽ. ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് കൂടുതൽ അന്വേഷണം നടത്തും. ഈ ടെൻഡറിനൊപ്പം ഈ ഓപ്ഷൻ നടത്തുമെന്നും ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. പരീക്ഷാ ക്രമക്കേടിൽ പരാതിക്കാരെയും മാധ്യമങ്ങളെയും വിമർശിച്ച് PSC. യശസ് കളങ്കപ്പെടുത്താൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും പല പരാതികളും അടിസ്ഥാനരഹിതമെന്നും PSC. ആസൂത്രണ ബോർഡ് നിയമനത്തിലെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും വിശദീകരണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദഗ്ധ സമിതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി CBI കുറ്റപത്രം. ചോദ്യപേപ്പർ പരിഭാഷപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയവർ ചോദ്യങ്ങൾ എഴുതിക്കൊണ്ടുപോയി. ദേഹപരിശോധനയിലും വീഴ്ച. മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേടിൽ 6 വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി തള്ളി സുപ്രീം കോടതി. ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം. FCRA ഭേദഗതി ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകും. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. മറുപടി പ്രതിപക്ഷത്തിന് താങ്ങാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. തായ്ലൻഡിലെ ബാങ്കോങ്ങിൽ സ്കൂളിൽ വെടിവെപ്പ്. 5 അധ്യാപകർ കൊല്ലപ്പെട്ടു. 15-ലേറെ പേർക്ക് പരിക്ക്. ആക്രമണം നടത്തിയ 9 ക്ലാസ്സുകാരനെ സ്വയം വെടിവെച്ച് മരിച്ചു. അക്രമി സ്കൂളിലെത്തിയത് മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയ ശേഷം. അമേരിക്കയിലെ യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്ററിൽ മലയാളി താരം മുഹമ്മദ് അഷ്ഫാഖ് ഫൈനലിൽ. ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള ത്രിദിന സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ശ്രീലങ്ക 11 ഭേദപ്പെട്ട സ്കോറിലേക്ക്. കാവേരി പ്രശ്നത്തിൽ തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി ജോസഫ് വിജയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. സർവകക്ഷി യോഗം വിളിക്കണമെന്ന ഉദയനിധിയുടെ ആവശ്യം തള്ളി വിജയി. മേക്കദാട്ടു അണക്കെട്ട് നിർമ്മിക്കാനുള്ള കർണാടകയുടെ നീക്കത്തെ എന്തുകൊണ്ട് എതിർത്തില്ലെന്ന് ഉദയനിധി. അണക്കെട്ടിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കിയെന്നും പദ്ധതിയെ എതിർത്ത് പ്രധാനമന്ത്രിക്ക് കത്തയച്ചെന്നും വിജയ്. സ്റ്റോറി ഓഫ് ദ ഡേ. അംഗീകാരങ്ങളുടെ തിളക്കത്തിൽ പത്തനംതിട്ട ജില്ലാ പോലീസ് ഓഫീസ്.
വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വയനാട് ജില്ലയിലെ മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, കോച്ചിംഗ് ക്ലാസുകൾക്കും നാളെ അവധിയാണ്. റെസിഡൻഷ്യൽ സ്കൂൾ, കോളേജുകൾക്ക് അവധി ബാധകമല്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡോൾഫിൻ ചുഴലിക്കാറ്റിന്റെയും കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായി ഓഗസ്റ്റ് 10 വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട് ജില്ലയിൽ ഇടവിട്ടുകൊണ്ടുള്ള നേരിയ മഴ തുടരുകയാണ്. പെരിങ്ങത്തൂരിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. പുത്തൻമഠത്തിൽ ശോഭയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ആർക്കും പരിക്കില്ല. കണ്ണൂരിൽ മലയോര മേഖലയിലും തീരപ്രദേശത്തുമാണ് മഴ ശക്തമായി തുടരുന്നത്. താബോറിൽ വീണ്ടും ഉരുൾപൊട്ടിയതോടെ പ്രദേശത്ത് നിന്ന് 17 പേരെ മാറ്റിപ്പാർപ്പിച്ചു. പാൽച്ചുരം വഴിയുള്ള രാത്രികാല ഗതാഗത നിരോധനം തുടരുകയാണ്. ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 50 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. മലവെള്ളപ്പാച്ചിലിൽ വലിയ നാശനഷ്ടം നേരിട്ട ഈരാറ്റുപേട്ടയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷവും പ്രവർത്തന സജ്ജമായിട്ടില്ല. വെള്ളം കയറി ഉപയോഗശൂന്യമായ വസ്തുക്കൾ നീക്കം ചെയ്ത് പുതിയ സ്റ്റോക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വ്യാപാരികളിൽ പലരും. അതേസമയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായത്. രാത്രിയിൽ ഈരാറ്റുപേട്ട ടൗൺ വെള്ളത്തിനടിയിലായി. മണിക്കൂറുകൾക്കകം വെള്ളക്കെട്ട് മാറിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വ്യാപക നാശനഷ്ടമുണ്ടായി. പച്ചക്കറി, പലചരക്ക് സാധനങ്ങളും വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങി നിരവധി കടകളിലെ കോടിക്കണക്കിന് രൂപയുടെ സ്റ്റോക്കും നശിച്ചു. വെള്ളപ്പൊക്കമുണ്ടായി ഒരാഴ്ച പിന്നിട്ടിട്ടും ഇനിയും പല വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തന സജ്ജമായിട്ടില്ല. ഒരു 75 മുതൽ 85 വരെ ലക്ഷം വരും. നമുക്ക് സ്റ്റോക്ക് ഒരു 120 1,20,00,000 രൂപയൊക്കെ സ്റ്റോക്കായിരുന്നു. അതിലിപ്പോൾ ഒരു കുറച്ചെല്ലാം ആൾ മാറ്റാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം വെറുതെ വേസ്റ്റായി പോകുമായിരുന്നു. ഇനി മാറ്റാൻ ഇപ്പോൾ ഇത് നമ്മൾ ഈ സ്മെല്ലാകും, ഇത് നനഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലാകും. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റുന്നതിന് ഇപ്പോൾ ഒരാഴ്ചയായി ഞങ്ങൾ വെള്ളം കയറിൻ്റെ പിറ്റേന്ന് പോലെ മാറ്റാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇതുവരെ ഇത് ക്ലീൻ ആയിട്ടില്ല. സ്റ്റോക്ക് നശിച്ചത് മൂലമുള്ള നാശനഷ്ടത്തിനും പുറമെയാണ് ഉപയോഗശൂന്യമായവ നീക്കം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചിലവും. ഇത് വേസ്റ്റ് എടുക്കുന്നവർ അങ്ങനെ എടുത്തുകൊണ്ട് പോകും. കുറേ പറമ്പിൽ വെളിയിൽ കൊണ്ട് തള്ളിക്കളയും, അതേ ഉള്ളൂ. അല്ലെങ്കിൽ കുഴിച്ചും കൂടെ ഒരുപാട് പേര് വെച്ച് ഇപ്പോൾ തന്നെ ഒരു 15 സ്റ്റാഫുണ്ട് ഡെയിലി. ഇപ്പോൾ ഒരു 4 ദിവസമായിട്ട് 15 സ്റ്റാഫ് ഇങ്ങനെ റെഗുലറായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്രയെങ്കിലും ആകാൻ പറ്റിയത്. വളരെ അപ്രതീക്ഷിതമായിരുന്നു 1-ാം തീയതി പുലർച്ചെയുണ്ടായ വെള്ളപ്പൊക്കം. ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ മുമ്പെങ്കും ഇത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറി. ഓരോ ബിൽഡിങ്ങും ഓരോ വെള്ളപ്പൊക്കം കഴിയുമ്പോൾ അതിൻ്റെ വാട്ടർ ലെവൽ എടുത്തിട്ടാണ് പണിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബിൽഡിങ് കഴിഞ്ഞ തവണത്തെ വെള്ളം കയറിയിലും 8 അടി പൊക്കത്തിലാണ് പണിതത്. പക്ഷേ അവിടെ ഇത്തവണ ബിൽഡിങ്ങിൻ്റെ പകുതി ഭാഗം വെള്ളം കയറി മുഴുവൻ സാധനങ്ങളും സാമഗ്രികളും നഷ്ടമായി. ഉപയോഗശൂന്യമായ ചരക്ക് നീക്കം ചെയ്തും പുതിയ സ്റ്റോക്ക് എത്തിച്ചും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാൻ ഇനിയും സമയം വേണ്ടിവരും. അതേസമയം വെള്ളക്കെട്ട് ഒഴിയാതെ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിൽ ദുരിതം തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുന്നില്ലെങ്കിലും കോട്ടയം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല. ഇതുമൂലം 13,000-ഓളം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. വെള്ളക്കെട്ട് തുടരുന്നത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്ത് മഴയും മഴക്കെടുതിയും രൂക്ഷമാണ്. ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളി മുങ്ങി മരിച്ചു. എടത്വ ചങ്ങങ്കരി ആമ്പക്കാട് വീട്ടിൽ മത്തായി ജോസഫാണ് മരിച്ചത്. വലയും മറ്റും മീൻപിടുത്ത ഉപകരണങ്ങളുമായി വീട്ടിൽ നിന്നും വള്ളത്തിൽ മീൻ പിടിക്കാനായി പുറപ്പെട്ട മത്തായിയെ വൈകിട്ട് 5ഓടെ കണിയാംകടവ് പാടശേഖരത്തിന് സമീപം വെള്ളത്തിൽ വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാടശേഖരത്തിലൂടെ വള്ളത്തിൽ സഞ്ചരിക്കുകയായിരുന്ന മറ്റു മത്സ്യത്തൊഴിലാളികളാണ് കണ്ടത്. ഉടൻ കരയിലെത്തിച്ച് പച്ചയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജ്യതലസ്ഥാനത്തും കനത്ത മഴയാണ്. ഡൽഹിയിൽ റെഡ് അലർട്ടാണ്. വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെയും ബാധിച്ചു. ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും മഴ തുടരും.
മണിക്കൂറുകളായി നിർത്താതെ പെയ്ത കനത്ത മഴയിൽ ഡൽഹിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മെഹ്റൗളി, ബദർപൂർ, ദൗളാഖാൻ വിമാനത്താവളം, ഗുരുഗ്രാം മേഖലകളിലും റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യമുനാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. പ്രതികൂല കാലാവസ്ഥ റെയിൽ വ്യോമഗതാഗതത്തെയും സാരമായി ബാധിച്ചു. ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഴ തുടരുകയാണ്. ഉയർന്ന മേഖലയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ളതിനാൽ യാത്ര പൂർണ്ണമായും ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രുദ്രപ്രയാഗ്, ചമോലി, ഉത്തരകാശി മേഖലകളിലാണ് മഴക്കെടുതി ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. നാളെ പുലർച്ചെ 5:45 തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും. മുതലപ്പുഴയിലെ കടൽ അറിയാവുന്ന സംഘത്തെ ഉൾപ്പെടുത്തിയുള്ള പരിശോധനയാണ് നടത്തുക എന്ന് മന്ത്രി CP ജോൺ ഇന്ന് പറഞ്ഞു. 10 മത്സ്യത്തൊഴിലാളികളെയും ഉൾപ്പെടുത്തും. മന്ത്രിയുമായി നടത്തിയ ചർച്ച തൃപ്തികരമാണെന്നും വാക്കുമാത്രം പോരാ, പ്രവൃത്തി കൂടി വേണമെന്നും ഷിജിന്റെ ഭാര്യ സ്റ്റിജി പ്രതികരിച്ചു. 3 ആവശ്യങ്ങളാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന മന്ത്രി ഉറപ്പ് നൽകിയതായും കുടുംബം വ്യക്തമാക്കി. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിനു വേണ്ടിയുള്ള തിരച്ചിൽ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ബന്ധുക്കളും നാട്ടുകാരും അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ റോഡ് ഉപരോധിച്ചത്. ഉച്ച മുതൽ വൈകിട്ട് 4 മണിവരെ തുടർന്ന ഉപരോധം മന്ത്രി CP ജോൺ എത്തി ചർച്ച നടത്തുമെന്നറിയിച്ചതിനെ തുടർന്നാണ് താൽക്കാലികമായി അവസാനിപ്പിച്ചത്. കടലിൽ തിരച്ചിലിന്റെ ഊർജിതമായ അവസ്ഥകൾ നമുക്ക് സംതൃപ്തി അല്ലാത്തതുകൊണ്ടുമാണ് ഈ പ്രതിഷേധത്തിലേക്ക് ഇന്നിവിടെ കടന്നു വരാനായിട്ട് നമ്മൾ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ പോലീസ് അധികാരികളൊക്കെ അവരുടേതായ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് നമ്മളോട് പറയുന്നുവെങ്കിലും നമ്മുടെ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല. ഷിജിനായുള്ള കടലിലെ തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമായി നാളെ പുനരാരംഭിക്കുമെന്നും മുതലപ്പുഴയിൽ നിന്നും കടലറിയുന്ന 10 പേരെ തിരഞ്ഞെടുത്ത് അവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തിരച്ചിൽ നടത്തുകയെന്നും കുടുംബവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. കുടുംബത്തെ ബോധ്യപ്പെടുത്തിയുള്ള അന്വേഷണമായിരിക്കും നടത്തുക. ഒരു നിലയിലും നമ്മൾ അന്വേഷണം നിർത്തിവെക്കുന്നില്ല. ഷിജിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നിർത്തിവെക്കുന്നില്ല എന്ന് മാത്രമല്ല, പൂർണ്ണമായ തൃപ്തിയോടുകൂടി കുടുംബത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം തുടരേണ്ട അത്രയും തുടരും എന്നതാണ് ഒന്നാമത്തെ തീരുമാനം. അതിനുവേണ്ടി കേവലം ഉദ്യോഗസ്ഥന്മാരെ മാത്രമല്ല, കടൽ പണി അറിയുന്ന, പ്രത്യേകിച്ചും മുതലപ്പുഴയിലെ കടൽ മനസ്സിലാക്കിയിട്ടുള്ള നല്ല കഴിവും ധൈര്യവും പ്രാപ്തിയുമുള്ള മത്സ്യത്തൊഴിലാളികളിൽ നിന്നും 10 പേരെ ബഹുമാനപ്പെട്ട അച്ഛനിവിടെ സെലക്ട് ചെയ്ത്, നിങ്ങൾ പറയുന്നതനുസരിച്ച് സെലക്ട് ചെയ്ത് തരുമ്പോൾ അവരെ കൂടി ഈ തെരച്ചിലിൽ നിങ്ങളുടെ പ്രതിനിധികളെന്ന നിലയിലും മറ്റേത് തെരച്ചിൽക്കാരെക്കാളും മിടുക്കന്മാരെന്ന നിലയിലും അവരെ താൽക്കാലികമായി കളക്ടറേറ്റിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. മന്ത്രിയുമായി നടത്തിയ ചർച്ച തൃപ്തികരമാണെന്നും വാക്കുമാത്രം പോരാ, പ്രവൃത്തി കൂടി വേണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഷിജിന്റെ ഭാര്യ സ്റ്റിജി പറഞ്ഞു. ചർച്ചയിൽ ഞാൻ തൃപ്തികരമാണ്, പക്ഷേ വാക്ക് മാത്രം പോരല്ലോ, പ്രവൃത്തി വേണ്ടേ. അതിനൊത്ത പ്രവൃത്തിയല്ല തരുന്നതെങ്കിൽ ഞാൻ വീണ്ടും പ്രതികരിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതേസമയം മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച നാട്ടുകാരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മന്ത്രി CP ജോൺ തയ്യാറായില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലത്തും നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. മകനെ കണ്ടെത്താനാകാത്തതിൽ അമ്മ രേഷ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് തിരച്ചിൽ കൂടുതൽ ശക്തമാക്കിയത്. അതേസമയം വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പ്രതികൂല കാലാവസ്ഥയാണ് പ്രധാന തടസ്സമാകുന്നതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സംഭവത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധവുമായി രംഗത്തെത്തി. മകനെ അവസാനമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു വിലപിക്കുന്ന ഒരമ്മ. 8 ദിവസം മുൻപാണ് നീണ്ടകരയിൽ നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം അപകടത്തിൽപ്പെട്ട് മകനും ഭർത്താവും അച്ഛനും ഉൾപ്പെടെ രേഷ്മയുടെ കുടുംബത്തിലെ 3 പേരെ നഷ്ടപ്പെട്ടത്. ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും മൃതദേഹങ്ങൾ ലഭിച്ചെങ്കിലും മകൻ ഗൗതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ മോനെ കണ്ടെത്തി തരാൻ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ മോനില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മോനെ എനിക്ക് കിട്ടിയാൽ മാത്രം 8ാമത്തെ ദിവസം
ഇന്ന് 8ാമത്തെ ദിവസം. എനിക്ക് ഒന്നല്ല നഷ്ടം, 3 നഷ്ടത്തിൻ്റെ പുറത്തിരുന്നും കൊണ്ട് ഞാൻ. മകനെ കണ്ടുകിട്ടാത്തതിൽ രേഷ്മ കഴിഞ്ഞ ദിവസം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധമുയർത്തി. തെരച്ചിൽ കാര്യക്ഷമമാക്കണമെന്ന രേഷ്മയുടെ ആവശ്യത്തിന് പിന്നാലെയാണ് ഇന്ന് വിദഗ്ധ സംഘം എത്തി തെരച്ചിൽ ആരംഭിച്ചത്. ഡ്രോൺ പരിശോധനയും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും തെരച്ചിൽ തുടരുകയാണ്. എന്നാൽ എല്ലാ ദിവസവും തെരച്ചിൽ നടന്നിരുന്നുവെന്നും പ്രതികൂല കാലാവസ്ഥ തടസ്സമാകുന്നുണ്ട് എന്നും ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയ ശേഷം മന്ത്രി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. പക്ഷെ അന്ന് മുതൽ ഇതിൻ്റെ സെർച്ച് നടക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ചെയ്തതിൻ്റെ എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. ഇന്നിപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഡ്രോൺ വെച്ചുകൊണ്ടുള്ള സെർച്ച് വേണമെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടത് അതിന്ന് ചെയ്യുകയുണ്ടായി. എന്നാൽ പിറ്റേ ദിവസം തന്നെ സ്കൂബ ഡൈവിങ്ങിന് ആൾക്കാരെ ആവശ്യപ്പെട്ടു. അത് നേവിയുടെ വരുന്നതിന് കാലതാമസമുണ്ടെന്ന് കണ്ടുകൊണ്ട് വിഴിഞ്ഞത്തുനിന്ന് കോവളത്തുനിന്ന് സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ചു. അവർ കടലിൽ ഇറങ്ങി ആ ബോട്ടിൻ്റെ വലയൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ പരിശോധനയ്ക്ക് തുനിഞ്ഞു. പക്ഷെ അവർ പോലും കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ടും വിസിബിലിറ്റി സീറോ ആയതുകൊണ്ടും അവർക്ക് ഓപ്പറേഷൻ ഈ പശ്ചാത്തലത്തിൽ തുടരാൻ സാധിക്കത്തില്ല എന്നാണ് അന്നറിയിച്ചത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധം നടത്തി. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം. മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണീരു കാണാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ എന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്ന് കളക്ടറേറ്റിനുള്ളിൽ കടന്ന പ്രവർത്തകർ കളക്ടറേറ്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്ത് 3 ഇടങ്ങളിലായി മത്സ്യത്തൊഴിലാളികളെ കാണാതായി 8 ദിവസം പിന്നിട്ടിട്ടും ഫിഷറീസ് മന്ത്രി തിരിഞ്ഞു നോക്കിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തികഞ്ഞ അനാസ്ഥയാണ്. പ്രളയ ദുരന്ത മേഖലകളിൽ യുവജന സംഘടനകളെ ഉൾപ്പെടെ സഹകരിപ്പിച്ച് ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ സർക്കാർ മുൻകൈയെടുക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണെന്ന് അറിയില്ല എന്നാണ് ജിജിയനോട് പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് പേരിന് പിടുത്തില്ല, പക്ഷേ ഒരാളും ഒരു സ്ഥലത്തും വന്നിട്ടില്ല, ഒരാളെ കാണാനും പോയിട്ടില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചുതെങ്കിലും പോയിട്ടില്ല, ഇവിടെ വിഴിഞ്ഞത്ത് പോയിട്ടില്ല, നീണ്ടകര പോയിട്ടില്ല. ഒരു കാര്യവും ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് അങ്ങോട്ട് കയറാൻ പറ്റില്ല, കടൽ തീരത്തേക്ക് പോകാനേ പറ്റില്ല എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്ന സംഭവങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസം ആശങ്കാജനകമെന്ന് ലത്തീൻ സഭ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശക്തവും കാര്യക്ഷമവുമായ രക്ഷാപ്രവർത്തന സംവിധാനം ഒരുക്കണമെന്ന് KRLCCയുടെ ഭാഗമായ കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ആവശ്യപ്പെട്ടു. എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ആശയവിനിമയ സംവിധാനങ്ങളും അടിയന്തര ദുരന്ത സൂചനാ ഉപകരണങ്ങളും സർക്കാർ സഹായത്തോടെ നിർബന്ധമാക്കണം. തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും CADAL ഡയറക്ടർ ഫാദർ സെലസ്റ്റീൻ പുത്തൻപുരയ്ക്കൽ, ജനറൽ സെക്രട്ടറി ജോസഫ് ജൂഡ് എന്നിവർ ആവശ്യപ്പെട്ടു. രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായതായി കണ്ണൂർ കളക്ടർ. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കും. എല്ലാവിധ സംവിധാനങ്ങളും കൃത്യമായി ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായിരുന്നു. ഫ്രീസർ സൗകര്യമുള്ള സ്വകാര്യ ആംബുലൻസ് വിളിക്കാൻ പണം തടസ്സമായിരുന്നില്ല. ADMന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് പറഞ്ഞു. സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും വിളിച്ചുവരുത്തി കളക്ടർ വീഴ്ച സംബന്ധിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട്. നമ്മളത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ദുരന്തനിവാരണ അതോറിറ്റിയുടെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അവിടെ സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് വരുന്നതായി. അവിടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. എന്തൊക്കെയാണ് അവരുടെ കുടുംബത്തിന് ഏത് രീതിയിലാണ് ഡെഡ് ബോഡി കൈമാറേണ്ടത്, ആ രീതിയിലേക്ക് വേണ്ടുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു. ആ ഇൻസ്ട്രക്ഷൻസ് അവിടെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, എന്തുകൊണ്ട് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പാണക്കാട് മണ്ണിടിച്ചിലിന് കാരണം അനധികൃതമായി പാറ പൊട്ടിച്ചതുകൊണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സംഭവത്തിൽ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായും മന്ത്രി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ പാണക്കാട് എടൈപ്പാലത്ത് അനധികൃതമായാണ് പാറ പൊട്ടിച്ചതെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മണ്ണെടുപ്പിന് നഗരസഭ കൊടുത്ത അനുമതിയുടെ മറവിൽ ആരും അറിയാതെയാണ് സ്ഥലമുടമ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത്. പാറ പൊട്ടിച്ചതിന്റെ പ്രതിഫലനമാകും തൊട്ടടുത്ത് മണ്ണിടിച്ചിലിന് കാരണം.
തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവം ജിയോളജി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇനി പൊട്ടിച്ചാൽ കേസെടുക്കും എന്ന് എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോയി പറഞ്ഞു. അപ്പോൾ നിർത്തി എന്ന് പറഞ്ഞു. പിന്നെ നിർത്താതെ പിന്നെയും പൊട്ടിച്ചു. ഒരു പ്രാവശ്യം കൂടി പൊട്ടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആദ്യം പൊട്ടിച്ചതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്. 100% അനധികൃതമാണ്. ജിയോളജിസ്റ്റ് സ്ക്വാഡ് ഒക്കെ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരും പറയുന്നത് അനധികൃതമാണ്, പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കൽ. അതുകൊണ്ടാണ് മലപ്പുറം ജിയോളജിസ്റ്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. പാറ പൊട്ടിച്ചതിനെതിരെ സ്ഥലമുടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ഇനി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ, പോലീസ് മേധാവി, റവന്യൂ, ജിയോളജിസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവരോടൊപ്പം മണ്ണിടിഞ്ഞ സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അമൃത ന്യൂസ്, മലപ്പുറം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടർ നാളെ തുറക്കും. തമിഴ്നാട് കമ്പം താഴ്വരയിലെ കൃഷിഭൂമിയിലേക്ക് വെള്ളം തുറന്നു വിടുമെന്നാണ് മുന്നറിയിപ്പ്. മന്ത്രി CTR നിർമ്മൽകുമാർ ചടങ്ങിൽ പങ്കെടുക്കും. 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്കാണ് വെള്ളം ലഭ്യമാക്കുന്നത്. സാധാരണ ജൂൺ 1 ഷട്ടർ തുറക്കുക. ഇത്തവണ നീരൊഴുക്ക് കുറഞ്ഞതിനാലാണ് 2 മാസത്തിലധികം വൈകിയത്. TVK സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ മന്ത്രിതല സന്ദർശനമാണ് ഇത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തിനെതിരെ മുൻ മന്ത്രി MM മണി. തമിഴ്നാട് സർക്കാരിന് തീരുമാനമെടുത്ത് അവിടെ വെക്കാനേ സാധിക്കൂ. നിലവിലുള്ള ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കരുത്. തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്ന അളവിൽ വെള്ളം കൊടുക്കണം. കേരളത്തിന്റെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണം. ഏത് വിജയ് സർക്കാർ ആയാലും ഈ തീരുമാനം നടപ്പിലാക്കാൻ പറ്റില്ലെന്നും MM മണി ഇടുക്കിയിൽ പറഞ്ഞു. ഇടുക്കി ഏലപ്പാറ പുല്ലാട്ടുപടി പാലം കനത്ത മഴയിൽ തകർന്നതോടെ 100ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. 2018 പ്രളയത്തിൽ കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയിരുന്നു. പിന്നീട് നാട്ടുകാർ നിർമ്മിച്ച തടിപ്പാലമാണ് ഇത്തവണ തകർന്നത്. ഇടുക്കി ഏലപ്പാറ പഞ്ചായത്തിലെ കൊച്ചുകരിന്തിരിവിയുമായി പുതുവൽ നിവാസികളെ ബന്ധിപ്പിക്കുന്നത് പുല്ലാട്ടുപടി പാലമാണ്. 2018 പ്രളയത്തിൽ ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയി. പിന്നീട് നാട്ടുകാർ ചേർന്ന് തടിപ്പാലം നിർമ്മിച്ചു. ഇതും ഇത്തവണത്തെ മഴയിൽ തകർന്നു. ഭയങ്കര കഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടുന്ന് വണ്ടിയെ കയറ്റി ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ഈ പാലമുള്ള സമയത്ത്. ഇപ്പോൾ അതിന് പോലും അവസ്ഥയില്ല. അതിനേക്കാളും പാടാ. ഭയങ്കര ദുരിതമായിട്ടാണ് ഞങ്ങൾ നിൽക്കുക. 100-300 കുടുംബക്കാരുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല ഞങ്ങളിപ്പോൾ കഴിയുന്നത്. പാലം തകർന്നതോടെ 100ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ പുതിയ തടിപ്പാലത്തിന്റെ നിർമ്മാണത്തിലാണ്. എല്ലാ വർഷവും ഇതുണ്ടാക്കും, ഇത് പണിയും. നടപ്പാലം വേണമല്ലോ, ഞങ്ങൾ പണിത് വെക്കും. വലിയൊരു വെള്ളപ്പൊക്കം വരും, അതങ്ങ് പോകും. അന്ന് മുതൽ എല്ലാ വർഷവും ഇത് തന്നെ. ഇപ്പോഴും അനുവദിച്ചത് എഗ്രിമെന്റ് വരെ ആയെന്ന് പറയുന്നു. എഗ്രിമെന്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഒരു മഴ പെയ്താൽ അത് കൊണ്ടുപോകും. പാലം നിർമ്മാണത്തിന് ഇടുക്കി പാക്കേജിൽ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന് കരാറായിട്ടുണ്ട്. എന്നാൽ പാലം പണി തീരാൻ ഏറെക്കാലമെടുക്കും. അതുവരെ താൽക്കാലിക തടിപ്പാലം മാത്രമാണ് ആശ്രയം. ഏതു മഴക്കാലത്തും ഇവരുടെ അവസ്ഥ ഇതാണ്. ഇനിയെങ്കിലും സഞ്ചാരയോഗ്യമായ ഒരു പാലം വേണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവർ. ഏലപ്പാറയിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ശബരിമല നെയ്ക്രമക്കേടിൽ അന്യായമായ ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗം അജികുമാറും പ്രവർത്തിച്ചതായി വിജിലൻസ് FIRൽ. ഉയർന്ന തുകയ്ക്ക് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ ഇരുവരും ചേർന്ന് അനുമതി നൽകിയെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിൽ ജയിലിൽ കഴിയുന്ന പ്രശാന്തിനെയും അജികുമാറിനെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. PS പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്നാണ് FIRലെ കണ്ടെത്തൽ. തമിഴ്നാട്ടിലെ കുങ്കുമരാജ് ഡയറി ലിറ്ററിന് 369 രൂപയുടെയും കൊച്ചിയിലെ സ്വാമി അയ്യപ്പ എന്റർപ്രൈസസ് ലിറ്ററിന് 375 രൂപയുടെയും ടെൻഡർ നൽകിയിരുന്നു. എന്നാൽ പ്രശാന്തും അജികുമാറും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ അനുവാദം നൽകുകയായിരുന്നു. ലിറ്ററിന് 510 രൂപയ്ക്കാണ് മിൽമയ്ക്ക് കരാർ നൽകിയത്. 1,61,535 ലിറ്റർ നെയ്യാണ് ഈ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ മിൽമയിൽ നിന്നും വാങ്ങിയത്. ഇതിലൂടെ ദേവസ്വം ബോർഡിന് പ്രതികൾ 2.27 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. മൂന്നാം പ്രതി മുരാരി ബാബു ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു ബാച്ച് അരവണ ഉണ്ടാക്കുന്നതിനായി പതിവായി ഉപയോഗിച്ചിരുന്ന 10 ലിറ്റർ നെയ്യ്ക്ക് പകരം 7 ലിറ്റർ മിൽമ നെയ്യ് മാത്രം മതിയാകുമെന്ന റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചതായും ആരോപണമുണ്ട്. പ്രതികൾക്കെതിരെ BNS പ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവുമുള്ള
അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗമായിരുന്ന അജികുമാർ, മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെ പ്രതി ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിർണായക തീരുമാനങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിലെ നെയ്ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. ഇത്തവണ ഈ ടെൻഡറിനൊപ്പം ഈ ഓപ്ഷൻ കൂടി നടത്താനും ബോർഡ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതേസമയം ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ശബരിമലയിലെ ക്രമക്കേടിനെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ചില സൂചനകൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനം. റിപ്പോർട്ടിൽ വേറെ ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവനക്കാരുടെ പങ്ക്, വില വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും തുടരന്വേഷണം വേണമെന്ന് ആ വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മറ്റന്വേഷണത്തിന് തടസ്സം വരാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടി അന്വേഷിച്ച് ബാക്കി പങ്കാളിത്തം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്നതിന് വീണ്ടും വിശദമായി തുടരന്വേഷണത്തിന് ഞങ്ങളുടെ വിജിലൻസിനെ വീണ്ടും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിലേക്ക് നെയ്യ് പുറത്തുനിന്നും വാങ്ങേണ്ടതില്ല എന്ന തീരുമാനം ഇത്തവണത്തെ ബോർഡ് യോഗത്തിലും ചർച്ച ചെയ്ത് തീർപ്പാക്കി. ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് സന്നിധാനത്ത് തന്നെ പരിശോധിക്കാൻ സംവിധാനമൊരുക്കും. ശബരിമലയിലെ ടെൻഡർ രീതികൾ വിശദമായി പരിശോധിച്ച ബോർഡ് കുത്തക പ്രവണതകൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾക്കും തീരുമാനമെടുത്തു. ആളുകൾ ഫിസിക്കലായിട്ട് ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ വരണ്ട, ഈ ടെൻഡർ കം ഈ ഓപ്ഷൻ എന്നൊരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന് നമ്മുടെ IT മിഷനുമൊക്കെ നമ്മളെ സഹായിക്കും. നമ്മൾ ചർച്ചകളൊക്കെ നടത്തി പലയിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേസമയം ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. 4 പേരടങ്ങുന്ന സംഘമാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയത്. ഈ മാസം 10-ന് ശബരിമല ഉന്നതാധികാര സമിതി യോഗം ചേരും. അതേ ദിവസം തന്നെ ദേവസ്വം ബോർഡ് യോഗം ചേരാനുമാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതികൾ പുറത്തു വന്നതിന് പിന്നാലെ പരാതിക്കാരെയും മാധ്യമങ്ങളെയും വിമർശിച്ച് PSC. യശസ് കളങ്കപ്പെടുത്താൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും പല പരാതികളും അടിസ്ഥാനരഹിതവുമെന്നാണ് PSCയുടെ ആരോപണം. അതേസമയം PSC നടത്തിയ വിവിധ പരീക്ഷകളുമായി ബന്ധപ്പെട്ട പരാതികൾ തുടരുകയാണ്. SITക്ക് ലഭിച്ച പരാതികൾ 100 കടന്നിരുന്നു. PSCയുടെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം തുടരുന്നതിന് പിന്നാലെയാണ് മാധ്യമങ്ങളെയും പരാതിക്കാരെയും വിമർശിച്ച് PSC തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. PSCയുടെ യശസ് കളങ്കപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ഉയർന്നിട്ടുള്ള പല പരാതികളും അടിസ്ഥാനരഹിതമാണ് എന്നും PSC ആരോപിക്കുന്നു. PSCയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലും കർശനമായ പരിശോധനകൾ പാലിച്ചുമാണ് കമ്മീഷൻ നടത്തുന്നത്. അപൂർവമായി സംഭവിക്കുന്ന പിശകുകൾ ഏതറ്റം വരെ പോയും തിരുത്തുമെന്നും PSC ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. അതേസമയം PSCയുമായി ബന്ധപ്പെട്ട് SITക്ക് ലഭിച്ച പരാതികൾ 100 കടന്നു. മുഴുവൻ പരാതികളിലും SIT മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് SIT. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷാ ക്രമക്കേടിലാണ് SIT കേസെടുത്തിരുന്നത്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NDA വിദഗ്ധ സമിതിയുടെ വീഴ്ചകൾ കണ്ടെത്തി CBI. തർജ്ജിമ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയവർ ചോദ്യങ്ങൾ പേപ്പറിൽ എഴുതിക്കൊണ്ടുപോയി. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് വിഷയങ്ങളിലെ വിദഗ്ധരാണ് ചോദ്യങ്ങൾ പുറത്തേക്ക് എത്തിച്ചതെന്നും CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം നീറ്റ് പരീക്ഷയിൽ OMR ഷീറ്റിൽ ക്രമക്കേട് ആരോപിച്ച് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച ആസൂത്രിത കുറ്റകൃത്യമായിരുന്നുവെന്ന് കേസ് അന്വേഷിക്കുന്ന CBI പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനും തർജ്ജമ ചെയ്യുന്നതിനും NTA നിയോഗിച്ച വിദഗ്ധ സമിതി ഗുരുതര വീഴ്ച വരുത്തി. പിടിയിലായ കെമിസ്ട്രി പ്രൊഫസർ കുൽക്കർണി ചോദ്യങ്ങൾ ചെറിയ കടലാസിൽ കുറിച്ചെടുത്ത് ഒളിപ്പിച്ചു കടത്തിയെന്നും CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മറ്റു 2 പ്രതികൾ ചോദ്യങ്ങൾ മനഃപ്പാടമാക്കി പുറത്തുവെച്ച് എഴുതി നൽകി. 135ഓളം ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തെത്തിച്ചത്. ദേഹപരിശോധനയിലും CCTV നിരീക്ഷണത്തിലും വീഴ്ച വന്നതായി 2000-ലധികം പേജുകളുള്ള കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം അറിയിച്ചു. ഡിജിറ്റൽ ഫോറൻസിക് തെളിവുകൾ ലഭിച്ചതായും CBI വ്യക്തമാക്കി. അതേസമയം നീറ്റ് പരീക്ഷയിൽ OMR ഷീറ്റിൽ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച് 6 വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി.
OMR ഷീറ്റിൽ അടയാളപ്പെടുത്തിയ ഉത്തരങ്ങളും NTA പിന്നീട് നൽകിയ പകർപ്പിലെ ഉത്തരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോപണം. ആവശ്യമെങ്കിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് UG പരീക്ഷ 2 ഘട്ടങ്ങളിലായി നടത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. OMR ഷീറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിലേക്ക് മാറാനും ആലോചനയുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട് ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയുടെ പേര് പറഞ്ഞ് സഭ തടസ്സപ്പെടുത്തുന്നുവെന്നും അദ്ദേഹത്തിന്റെ മറുപടി പ്രതിപക്ഷത്തിന് താങ്ങാനാകില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. FCRA ഭേദഗതി ബിൽ അടുത്തയാഴ്ച സഭയിൽ അവതരിപ്പിക്കും. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് അമിത്ഷാ മറുപടി നൽകും. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഇക്കാര്യം ഉന്നയിച്ച് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ അമിത്ഷാ മറുപടി നൽകണമെന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തി. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങാതിരുന്നതോടെ ആദ്യം 12 മണിവരെയും പിന്നീട് ഇന്നത്തേക്കും ലോക്സഭ പിരിഞ്ഞു. कि देश के अंदर लोकतंत्र को सशक्त और मजबूत करना है तो चर्चा और संवाद ही इसका रास्ता है. मैं आपसे हर बार आग्रह करता हूं, लेकिन आपका आचरण संसदीय मर्यादाओं के अनुरूप नहीं है. इस पर आपको विचार करना चाहिए. അമിത്ഷായുടെ പേര് പറഞ്ഞ് പാർലമെന്റ് തടസ്സപ്പെടുത്തരുതെന്നും അദ്ദേഹം പാർലമെന്റിൽ എത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഭീകരവാദികൾ പോലും ഭയക്കുന്ന പേരാണ് അമിത്ഷാ എന്നും അദ്ദേഹത്തിന്റെ മറുപടി പ്രതിപക്ഷത്തിന് താങ്ങാനാകില്ലെന്നും കിരൺ റിജിജു കൂട്ടിച്ചേർത്തു. होम मिनिस्टर अमित शाह वो इंसान है जिसका नाम सुन करके सारे आतंकवादी उग्रवादी कांप उठते हैं. जिस दिन यहाँ चर्चा शुरू होगी. രാജ്യസഭയും പ്രതിപക്ഷ ബഹളത്തിൽ തടസ്സപ്പെട്ടു. FCRA ബില്ല് അടുത്തയാഴ്ച സഭയിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകും. ബില്ല് വരുന്ന പശ്ചാത്തലത്തിൽ എല്ലാ അംഗങ്ങളോടും സഭയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ വിപ്പ് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിന് സമീപമുള്ള സ്കൂളിൽ 14 വയസ്സുകാരൻ നടത്തിയ വെടിവയ്പിൽ 7 പേർ കൊല്ലപ്പെട്ടു. വിദ്യാർത്ഥി തന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒപ്പം സ്കൂളിലെ 5 അധ്യാപകരെയും വെടിവെച്ച് കൊന്ന ശേഷം സ്വയം ജീവനൊടുക്കുകയായിരുന്നു. സംഭവത്തിൽ 23 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 9 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. തായ്ലൻഡ് പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ വെച്ച് മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയ ശേഷം സ്കൂളിലെത്തിയ അക്രമി അധ്യാപകർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സംഭവ സമയം സ്കൂളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ മതിൽ ചാടിക്കടന്നാണ് രക്ഷപ്പെട്ടത്. പഠനവുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദമാകാം ആക്രമണത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനമുണ്ടെങ്കിലും പോലീസും ഫോറൻസിക് സംഘവും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.